പശ്ചിമേഷ്യയിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ ലോകത്തെ മുൾമുനയിൽ നിർത്തുമ്പോൾ കിഴക്ക് ഇന്തോ പസഫിക് മേഖലയിൽ മറ്റൊരു ഭീമൻ യുദ്ധസന്നാഹത്തിന് അമേരിക്ക തിരികൊളുത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കളങ്ങളിലായിരിക്കെ ചൈനയുടെ താവളത്തിന് തൊട്ടടുത്ത് ഇത്രയും വലിയൊരു സൈനികാഭ്യാസം നടത്തുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിക്കുന്നത്. ബാലികാതൻ 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ യുദ്ധാഭ്യാസം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. 17,000-ലധികം വരുന്ന ഭടന്മാരാണ് ഈ പടുകൂറ്റൻ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ജപ്പാൻ, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ന്യൂസിലൻഡ് തുടങ്ങിയ വൻ ശക്തികളും ഒത്തുചേരുമ്പോൾ അതൊരു കേവലമായ പരിശീലനത്തിനപ്പുറം വലിയൊരു സൈനിക പ്രകടനമായി മാറുന്നു. ഇതിൽ ജപ്പാന്റെ സജീവ പങ്കാളിത്തം ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് ശത്രു രാജ്യങ്ങൾ ഒത്തുചേരുന്നത് ഒരു വിരൽ ചൂണ്ടലായിട്ടാണ് ബീജിംഗ് കാണുന്നത്. ഈ യുദ്ധാഭ്യാസത്തിന്റെ ഏറ്റവും ആകാംക്ഷാഭരിതമായ വശം ഇതിൽ പരീക്ഷിക്കപ്പെടുന്ന അത്യാധുനിക ആയുധങ്ങളാണ്. ലോകത്തെ ഏത് പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളുടെ സാന്നിധ്യം ഈ പരിശീലനത്തിൽ വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ചൈനയുടെ ഏത് ലക്ഷ്യസ്ഥാനവും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ പ്രാപ്തമാണ്. ഈ ആയുധങ്ങളുടെ വിന്യാസം ചൈനീസ് ഭരണകൂടത്തെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ കടുത്ത ഭാഷയിൽ ഈ നീക്കത്തെ അപലപിച്ചു കഴിഞ്ഞു. തീ കൊണ്ട് കളിക്കരുത് എന്ന രീതിയിലുള്ള കടുത്ത മുന്നറിയിപ്പുകളാണ് ബീജിംഗിൽ നിന്ന് വരുന്നത്. മേഖലയിൽ സമാധാനം തകർക്കാൻ പുറത്തു നിന്നുള്ള ശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ തങ്ങളുടെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കടലിലെ സ്വതന്ത്ര ഗതാഗതം സംരക്ഷിക്കാനുമാണ് ഈ നീക്കമെന്നാണ് അമേരിക്കയുടെ മറുപടി. ഹോർമൂസ് കടലിടുക്കിലും ചെങ്കടലിലും ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദക്ഷിണ ചൈന കടലിലും രൂപപ്പെടുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇറാന്റെ വെല്ലുവിളികൾ നേരിടുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ചൈനയെ തളക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കയുടെ പക്കൽ 2 യുദ്ധമുഖങ്ങളെ ഒരേ സമയം നേരിടാനുള്ള കരുത്തുണ്ടോ എന്ന ചോദ്യത്തിന് ഈ 17,000 ഭടന്മാരിലൂടെ മറുപടി നൽകാനാണ് പെന്റഗൺ ശ്രമിക്കുന്നത്. ഈ യുദ്ധാഭ്യാസത്തിൽ ആദ്യമായിട്ടാണ് ഷിപ്പ് സിങ്കിങ് അഥവാ കപ്പലുകളെ മുക്കുന്ന തരത്തിലുള്ള തത്സമയ പരീക്ഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ വലിയ യുദ്ധക്കപ്പലുകളെ എങ്ങനെ തകർക്കാം എന്നതിന്റെ നേരിട്ടുള്ള പരിശീലനമാണിത്. ഇത് ചൈനീസ് നാവികസേനയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. തങ്ങളുടെ കടലതിർത്തികൾ സംരക്ഷിക്കാൻ സഖ്യകക്ഷികൾ ഏത് അങ്ങേയറ്റത്തെ നടപടിക്കും തയ്യാറാണെന്ന മുന്നറിയിപ്പാണിത്. ഈ സാഹചര്യം ഒരു വലിയ സ്ട്രാറ്റജിക് ഷോ ഡൗണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും പുതിയ സഖ്യം, മറുവശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജപ്പാനും ഓസ്ട്രേലിയയും ഫിലിപ്പീൻസും ഉൾപ്പെടുന്ന സഖ്യം. ഇന്തോ പസഫിക് മേഖലയിലെ ഈ ബലാബലത്തിൽ ആരാണ് വിജയിക്കുക എന്നത് ലോകത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ ഈ നീക്കം ചൈനയെ പ്രകോപിപ്പിക്കുക മാത്രമല്ല ഏഷ്യൻ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും ഈ മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പുറമെ ഡ്രോണുകളുടെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും പരീക്ഷണം കൂടി നടക്കുമ്പോൾ പശ്ചിമേഷ്യയേക്കാൾ ഗൗരവമേറിയ ഒരു യുദ്ധക്കളമായി ഇന്തോ പസഫിക് മാറുകയാണ്. എന്നാൽ ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുടെ മുറ്റത്ത് പടയൊരുക്കം നടത്തുന്നത് വലിയൊരു പകിടകളിയാണ്. ഈ കളിയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ്: ആഗോളാധിപത്യം കൈവിടില്ലെന്ന് ഉറപ്പിക്കുക. എന്നാൽ ഈ നീക്കങ്ങൾ ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്കാണോ നയിക്കുന്നത് എന്ന പേടിയിലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ. വരും ദിവസങ്ങളിൽ ഇന്തോ പസഫിക് കടലിൽ നിന്ന് ഉയരുന്ന ഓരോ വെടിയൊച്ചയും ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നവയായിരിക്കും.